11ാമത്തെ ചോദ്യം, നൺ ഓഫ് ദി ഓഡിയൻസ് ലൈക്സ് ദ പെർഫോമൻസ്. ഇതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ്, സ്റ്റേറ്റ്മെൻ്റ് ആണ്. പോസിറ്റീവ് ടാഗ് വേണം. 2 പോസിറ്റീവ് ടാഗ്സ് ഉണ്ട്. ഒന്ന് ഡസ് ഹി ആണ്, മറ്റൊന്ന് ഡൂ ദൈ ആണ്. നൺ എന്ന വാക്ക് നെഗറ്റീവിലാണ് വരുന്നതെന്ന് അറിയാമല്ലോ. ഇതിൽ ഓക്സിലറിനെ കാണുന്നില്ല, പകരം വേർബ് മാത്രമേ ഉള്ളൂ. വേർബ് ലൈക്സ് ആണ്, ലൈക്സിന് ഡസ് ആണ് വരിക. അപ്പോൾ നമുക്ക് ഡസിൻഡ് എന്നുള്ള വാക്കാണ് വരേണ്ടത്. അങ്ങനെ ഡസിൻഡ് വേണമെങ്കിൽ നമുക്ക് ഡസ് എന്ന വാക്കാണ് വരേണ്ടത്. ഇത് നെഗറ്റീവ് ആണല്ലോ, അപ്പോൾ പോസിറ്റീവ് ടാഗ്. ഡസ് എന്ന വാക്ക് എടുക്കുമ്പോൾ ഓപ്ഷൻ എയിലാണ് ഡസ് ഹി എന്നുള്ളത്. പക്ഷെ നൺ ഓഫ് ദി ഓഡിയൻസ് എന്നതിൻ്റെ പ്രോനൗണായിട്ട് ഉപയോഗിക്കുന്നത് ദയ്യാണ്. അതുകൊണ്ട് നമുക്ക് ഡസ് ദൈ എന്ന് പറയാൻ പറ്റില്ല, കാരണം ദൈ പ്ലൂറലാണ്, ഡസ് സിംഗുലർ ആണ്. ദയ്യുടെ കൂടെ ഉപയോഗിക്കേണ്ട ഓക്സിലേഴ്സിൽ എസ് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഡസിൻ്റെ എസ് ഇല്ലാത്ത ഫോമായ ഡു ഉപയോഗിച്ച് നമ്മൾ ഡു ദൈ എന്ന ക്വസ്റ്റ്യൻ ടാഗ് എടുക്കുന്നു. 12ാമത്തെ ചോദ്യം, ലെറ്റ് മീ ഹാവ് സം റെസ്റ്റ് ഇൻ മൈ ബെഡ്റൂം എന്നാണ്. ഇത് ലെറ്റിൽ തുടങ്ങുന്ന ഒരു സെന്റൻസ് ആണ്. ലെറ്റിൽ തുടങ്ങുന്ന എല്ലാ സെന്റൻസുകളും നിങ്ങൾക്കറിയാം, അത് ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ്. നമുക്ക് വളരെ സുപരിചിതമായ പ്രയോഗം ലെറ്റസ് ആണ്. ലെറ്റസിന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് എന്താണ് ക്വസ്റ്റ്യൻ ടാഗ് ആയിട്ടെന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. പൊതുവെ ഷാൽ വി ആണ് ഉപയോഗിക്കാറ്. പക്ഷെ ഇവിടെ ലെറ്റ് അസലുള്ളത് ലെറ്റ് മീ എന്നാണുള്ളത്. അപ്പോൾ നമ്മൾ ഏതാണ് ഉപയോഗിക്കേണ്ടത്? വിൽ ഐ എന്നാണ് ഒന്നാമത്തെ ഓപ്ഷൻ. ഇവിടെ വിൽ ഐ പറ്റുമോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, വിൽ ഐ എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ ടാഗ് ഇമ്പറേറ്റീവിൽ ഉപയോഗിക്കാറില്ല. ഇമ്പറേറ്റീവിലുള്ള എല്ലാ ക്വസ്റ്റ്യൻ ടാഗിൻ്റെയും പ്രോനൗണ് യു ആണ്, അല്ലാതെ ഐ നോ, വി നോ, ഹി നോ അങ്ങനെയുള്ള മറ്റൊരു പ്രോനൗണ് വരില്ല. എപ്പോഴും വരുന്ന പ്രോനൗണ് യു ആണ്. അതിൽ ഒരൊഴിവുള്ളത് ഈ ലെറ്റ്സിൽ ഷാൽ വി വരുന്നതാണ്. ഈ ലെറ്റ്സിൽ ഉപയോഗിക്കുന്ന ലെറ്റസിൽ വരുന്ന ഷാൽ വി, അവിടെ മാത്രമേ ലെറ്റസിൽ മാത്രമേ ഷാലും വിയും വരുന്നുള്ളൂ. മറ്റ് ഇമ്പറേറ്റീവ് സെന്റൻസുകളിൽ ഒന്നിലും തന്നെ ഷാലും വില്ലും ഷാലും വിയും സാധാരണ വരുന്നത് കാണില്ല നിങ്ങൾ. അപ്പോൾ ഇവിടെ നമുക്ക് വില്ലൈ പറ്റില്ല, ഷാണ്ടയും പറ്റില്ല, കാരണം അവിടെ ഐ വന്നിട്ടുണ്ട്. അപ്പം ഐ ഉള്ളത് കൊണ്ടുള്ള ഐ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ടാഗ് നമുക്ക് വേണ്ട. ഇമ്പറേറ്റീവ് സെന്റൻസിൽ ലെറ്റിൽ തുടങ്ങുന്നത് അടക്കമുള്ള ഒരു ഇമ്പറേറ്റീവ് സെന്റൻസിലും നമുക്ക് വേണ്ട. പിന്നെയുള്ളത് യു വരുന്ന വില്ലിയു കുഡിയു എന്നാണ്. നമ്മൾ കുഡീനെ കുറിച്ച് ഇങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ലല്ലോ നമുക്കിവിടെ. അതുകൊണ്ട് സാധാരണ ഇമ്പറേറ്റീവ് സെന്റൻസിൽ പൊതുവെ കൂടുതലായി ഉപയോഗിക്കുന്നത് വില്ലിയു ആണ്. അതുകൊണ്ട് നമ്മളിവിടെ ഇമ്പറേറ്റീവിൽ സാധാരണ ഉപയോഗിക്കുന്ന വില്ലിയു ഓപ്ഷൻ തിരഞ്ഞെടുക്കും. ഇവിടെ വോണ്ട് ചെയ്യുന്നോ കാണ്ട് ചെയ്യുന്നോ നമ്മൾ പഠിച്ചത് ഇല്ലതാണ്. അപ്പോൾ വില്ലിയു നമുക്ക് ധൈര്യപൂർവ്വം തിരഞ്ഞെടുക്കാം. 13ാമത്തെ ചോദ്യം, നത്തിങ് യു സെഡ് അബൌട്ട് മീ ടു ഹെർ അഫക്ട്സ് മീ അറ്റ് ഓൾ. ഇത് കൺഫ്യൂഷൻ ഉണ്ടാക്കിയേക്കാം. ഇത്തരം സെന്റൻസുകൾ നിങ്ങൾ പഠിച്ചേ പറ്റൂ. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ടാഗ് വരുന്നതെന്ന് പഠിക്കണം. കാരണം PSC ചെയർമാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഓർക്കുന്നു പറഞ്ഞതായിട്ട്, ഈ PSC പരീക്ഷ എഴുതുന്നവരൊക്കെ ഉപരിതലത്തിലുള്ള പഠനമാണ് നടത്തുന്നത്. പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കി, പല പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അടങ്ങുന്ന പുസ്തകങ്ങൾ നോക്കി ഇങ്ങനെ ഇംഗ്ലീഷും മറ്റൊക്കെ പഠിക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് വേണ്ടത്ര
കഴിവോ അറിവോ ഇംഗ്ലീഷിൽ കിട്ടുന്നില്ല. പരീക്ഷ അങ്ങ് എഴുതി കഴിഞ്ഞാൽ പിന്നെ അവർ 0 ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കുറച്ച് കമൻസ് ഒക്കെ പറയുന്നത് കിട്ടും. അതുകൊണ്ട് അവരെ ശരിക്കും ഒന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ട് ടഫ് ക്വസ്റ്റ്യൻസ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടൊന്നും അങ്ങനെ ടഫ് ക്വസ്റ്റ്യൻസ് അത്ര, ഇടയ്ക്ക് 1-2 ഇങ്ങനെ ടഫ് ക്വസ്റ്റ്യൻസ് വരുമെന്നല്ലാതെ പിന്നെ പൊതുവെ ടഫ് ക്വസ്റ്റ്യൻസ് ഒന്നും കൂടുതലായി വന്നതായി കണ്ടിട്ടില്ല. എന്ന് വെച്ച് വരില്ല എന്ന് നമുക്ക് പറയാനും പറ്റില്ല. അടുത്ത LDC മറ്റും ആ ചോദ്യങ്ങൾ വന്നാലേ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ, ചെയർമാൻ പറഞ്ഞതിൽ ടഫ് ക്വസ്റ്റ്യൻസ് ആണോ തന്നിട്ടുള്ളത് അല്ലയോ എന്ന് മനസ്സിലാവും. അതുകൊണ്ട് നിങ്ങൾ പഠിക്കുമ്പോൾ അതിൻ്റെ മറ്റ് തലങ്ങളിൽ നമ്മൾ ഈ PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഒക്കെ അടങ്ങുന്ന പുസ്തകങ്ങൾ മാത്രം ആശ്രയിക്കാതെ, അത്തരം പുസ്തകങ്ങളിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസിലൊന്നും ആഴത്തിലുള്ള കാര്യങ്ങളൊന്നും പറയാറില്ല സാധാരണ. അതിൻ്റെ ആവശ്യം വരാത്തത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ അതിനപ്പുറം കടന്ന് പഠിക്കേണ്ടതുണ്ട്. അത്തരം ചോദ്യങ്ങൾ വന്നാൽ നമുക്ക് ഉത്തരം പറയാൻ പറ്റണം. ഈ സെനൻസ് നിങ്ങൾക്ക് ഒരുപക്ഷെ ഉത്തരം പറയാൻ പ്രയാസമുള്ള സെനൻസ് ആയിരിക്കാം. നത്തിങ് യു സെഡ് അബൌട്ട് മീ ടു ഹെർ അഫക്ട്സ് മീ അറ്റ് ഓൾ എന്നാണ്. ഇവിടെ നോക്കുക, യു സെഡ് അബൌട്ട് മീ ടു ഹെർ, നീ എന്നെക്കുറിച്ച് അവളോട് പറഞ്ഞു എന്നാണ്. നത്തിങ് ദാറ്റ് യു സെഡ് അബൌട്ട് മീ ടു ഹെർ എന്നാണ് അതിൻ്റെ പൂർണ്ണമായ രൂപം. അപ്പം ഈ ഇങ്ങനത്തെ സെൻറ്റൻസിൽ ദാറ്റ് പൊതുവെ ഒഴിവാക്കുന്നുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം നത്തിങ് ഒരു സബ്ജക്റ്റാണ്, ദാറ്റ് യു സെഡ് അബൌട്ട് മീ ടു ഹെർ എന്നത് മറ്റൊരു സെൻറ്റൻസ് ആണ്. ദാറ്റിൻ്റെ ശേഷം വരുന്ന ഒരു സെൻറ്റൻസ്, അത് പൂർണ്ണമായ അർത്ഥം കിട്ടില്ല. നീ എന്നെക്കുറിച്ച് അവളോട് പറഞ്ഞത് എന്നാണ് അതിൻ്റെ അർത്ഥം. നത്തിങ് യു സെഡ് അബൌട്ട് മീ ടു ഹെർ എന്ന് പറഞ്ഞാൽ അർത്ഥം നീ അവളോട് എന്നെക്കുറിച്ച് പറഞ്ഞത് അഫക്ട്സ് മീ അറ്റ് ഓൾ, എന്നെ തീരെ ബാധിക്കുന്നില്ല എന്നാണ്. നീ പറഞ്ഞതൊന്നും തന്നെ എന്നെ ബാധിക്കുന്നില്ല. നത്തിങ് അഫക്ട്സ് മീ അറ്റ് ഓൾ, അതാണ് സെൻറ്റൻസ് നമ്മളെ പൂർണ്ണമായ അർത്ഥം കിട്ടുന്നത്. എന്നെ ഒന്നും തന്നെ ബാധിക്കുന്നില്ല, നീ പറഞ്ഞത് എന്തായാലും അതൊന്നും തന്നെ എന്നെ ബാധിക്കുന്നില്ല. അപ്പോൾ നമുക്ക് നത്തിങ് അഫക്ട്സ് മീ അറ്റ് ഓൾ എന്ന മെയിൻ ക്ലോസ് എന്നാണ് ക്വസ്റ്റ്യൻ ടാഗ് എടുക്കേണ്ടത്. നത്തിങ് നെഗറ്റീവാണ്, പോസിറ്റീവ് ടാഗ് എടുക്കണം. ഡിഡ് യു എന്നും ഡസ് ഇറ്റ് എന്നും 2 പോസിറ്റീവ് ടാഗ്സ് ഉണ്ട്. യു സെഡിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് എടുത്താൽ ഡിഡ് യു എന്നാണ് വരിക, അത് പറ്റില്ല. ഇവിടെ IV ഒന്നും വന്നിട്ടില്ല. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ചില സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നത്തിങ് ആണ് സബ്ജക്റ്റ്, അപ്പോൾ നമ്മൾ പറ്റൊന്നും ചിന്തിക്കേണ്ട. നത്തിങ് എഫക്ട്സ്, നത്തിങ്ങിന് ഇറ്റാണ് പ്രോനൗണ്, എഫക്ട്സിന് ഡസ് ആണ് വരിക, ഓക്സീവ് ഇല്ലാത്തതുകൊണ്ട്. ഈ സെനൻസിൽ ഓക്സീവ് ഇല്ല, സെഡ് ഓക്സീവ് ഇല്ലാത്ത വേർബാണ്, എഫക്ട്സ് ഓക്സീവ് ഇല്ലാത്ത വേർബാണ്. അതുകൊണ്ട് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഡസ് ഇറ്റ് ആണ്. ഇപ്പം ഇംഗ്ലീഷിൻ്റെ കുറിച്ചുള്ള സെൻറ്റൻസിൻ്റെ ഘടന നിങ്ങൾ ശരിക്കും പഠിക്കുമ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള സെൻറ്റൻസുകൾ വന്നാൽ അതിൻ്റെ ഉത്തരം പറയാൻ സാധിക്കുക എന്ന് ഓർക്കുക. അപ്പോൾ ഈ സെൻറ്റൻസ് ഓർത്ത് വെക്കുക. ഇതുപോലെ ഒരു സെൻറ്റൻസ് പരീക്ഷയിൽ വന്നു പോയാൽ ഉത്തരം നിങ്ങൾക്ക് തെറ്റാൻ പാടില്ല. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നിന്ന് എടുത്തതല്ല, ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പ്രത്യേകമായി തന്ന ചോദ്യമാണ്. അപ്പോൾ ഇതിനു മുമ്പുള്ള PSC ക്വസ്റ്റ്യൻസിൽ PSC പരീക്ഷകൾ ഇത്തരമൊന്നും വന്നതായിട്ട് എനിക്ക് അറിവില്ല. പക്ഷെ നിങ്ങൾ പഠിക്കണം, കാരണം ഇപ്പോൾ പലപ്പോഴും നേരത്തെ ചോദിക്കാത്ത തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് മുമ്പ് പല പരീക്ഷകളിലും. ഇനിയും അത് വരാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പ്രത്യേകമായി പഠിപ്പിച്ചു വെക്കുക. 17ാമത്തെ ചോദ്യം, യു ഹാർഡ്ലി എവർ പാനിക്. ഹാർഡ്ലി ഒരു നെഗറ്റീവ് വേർഡാണ്, അതുകൊണ്ട് ഇതൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. പോസിറ്റീവ് ടാഗ് എടുക്കണം. ഇതിൽ നമ്മളൊരു ഓക്സീവിനെ കാണുന്നില്ല. അപ്പോൾ പാനിക്കാണ് ഇവിടെയുള്ള വേർബ്. പാനിക്കിൻ്റെ കൂടെ എസ് ഇല്ല, EDയും ഇല്ല. അതുകൊണ്ട് നമുക്ക് ഡു എടുക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഡു യു ആണ് നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഹാവ് യു ആറിൻ്റെ ഒന്നും ഇവിടെ പ്രശ്നമേ ഇല്ല, അതിനെ ഒന്നും നമുക്ക് ആവശ്യമേ ഇല്ല. കാരണം നിങ്ങൾ ഓർക്കണം,
ക്ലാസ്സിൽ നേരത്തെ പറഞ്ഞതാണ്. ഓക്സിലറി വേർബ് ഇല്ലെങ്കിൽ, ഒരു സ്റ്റേറ്റ്മെന്റിൽ ഓക്സിലറി വേർബ് ഇല്ലെങ്കിൽ ഡു, ഡസ്, ഡിഡ് എന്നിവയിൽ ഒരെണ്ണം മാത്രമേ വരൂ, വേറെ ഒരു ഓക്സിലറി വരില്ല. അപ്പൊ ഹാവ് അതിൽ പെട്ടതല്ല, ആറും പെട്ടതല്ല. ഡു യു എന്നുണ്ട്, ഡോണ്ട് യു എന്നുണ്ട്. അപ്പൊ ഇത് രണ്ടിലൊന്നാണ് വേണ്ടതെന്നുള്ള കാര്യം ഉറപ്പിക്കുക. അതുകൊണ്ട് നമുക്ക് പിന്നെ ഇവിടെ ഡസ്സും ഡിഡൊന്നും ഇല്ലല്ലോ. അപ്പം ഏതാ വേണ്ടെന്നുള്ളത് ഹാർഡിലി നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് മനസ്സിലാവും. ഹാർഡിലി എന്നത് നെഗറ്റീവ് വേർഡാണോ പോസിറ്റീവ് വേർഡാണോ എന്ന് നമുക്ക് അറിയെങ്കിൽ മാത്രമേ ഈ സെന്റൻസിനെ നെഗറ്റീവ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റൂ. അതുകൊണ്ട് പോസിറ്റീവ് ടാഗായ ഓപ്ഷൻ സി ഡു യു നമ്മൾ തിരഞ്ഞെടുക്കുന്നു. 15ാമത്തെ ചോദ്യം, യു വുഡ് നെവർ സേ സച്ച് എ തിങ് ബിഹൈൻഡ് മൈ ബാക്ക്. ഇവിടെ യുഡ് എന്നാണുള്ളത്. ഈ യുഡ് ഈ രീതിയിൽ വരാറുണ്ട് പരീക്ഷയിൽ. യുഡ് എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള ഓക്സിലറി വേർബിനെയാണ് ചുരുക്കുന്നത്. ഒന്ന് വുഡാണ്, മറ്റൊന്ന് ഹാഡാണ്. ഇപ്പൊ യു ഹാഡിന് പകരം യുഡ് എന്ന് പറയും, യു വുഡിന് പകരം പിന്നെ യുഡ് എന്ന് പറയും. യു ഷുഡിന് പകരം പറയാറില്ല. അതുകൊണ്ട് നമ്മൾ നോക്കുക, ഷുഡ് യു എന്നതിനെ നമുക്ക് ഒഴിവാക്കേണ്ടി വരും. ഇത് ഓർത്ത് വെക്കണം. പരീക്ഷയിൽ ഇതുപോലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഷുഡ് എടുക്കും, അല്ലെങ്കിൽ ചിലപ്പം വുഡ് എടുക്കും, അല്ലെങ്കിൽ ചിലപ്പം ഡിഡിയോ ഹാഡിയോ എന്നൊക്കെ എടുത്തു പോകും. അപ്പോൾ ഒന്നുകിൽ അത് യുഡായിരിക്കും, അല്ലെങ്കിൽ ഒന്നുകിൽ അത് യു വുഡായിരിക്കും, അല്ലെങ്കിൽ യു ഹാഡായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഷുഡിനെയും ഓപ്ഷൻ എ ഒഴിവാക്കാം, ഓപ്ഷൻ ഡിയും ഒഴിവാക്കാം. ആ ഷുഡും ഡിഡും ഇവിടെ വരില്ല. അപ്പോൾ വരുന്ന പ്രശ്നം വുഡിയോ ആണോ എടുക്കേണ്ടത് അല്ല ഹാഡിയോ ആണോ എടുക്കേണ്ടത് എന്നുള്ളതാണ്. ഈ രണ്ടിൽ ഒരെണ്ണം എടുക്കണം. അത് നമ്മൾ തീരുമാനിക്കുന്നത് ഇവിടെ അതിന് ശേഷം വരുന്ന വേർബ് നോക്കിയാൽ മതി. ഇവിടെ സേ എന്നുള്ള വേർബാണ് വന്നിട്ടുള്ളത്. സേ എന്ന് പറയുമ്പോൾ വേർബിന്റെ ഒന്നാമത്തെ ഫോമാണ്. ഓക്സിലറി എന്നല്ല ഇപ്പുറം ഉള്ളത്. അപ്പൊ സേ ഒന്നാമത്തെ ഫോമാണ്. ഹാഡിന്റെ കൂടെ വേർബിന്റെ ഒന്നാമത്തെ ഫോം അല്ല ഉപയോഗിക്കുക. ഹാഡിന്റെ കൂടെ ഉപയോഗിക്കേണ്ടത് വേർബിന്റെ മൂന്നാമത്തെ ഫോമാണ്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഹാവ് ഹാസ് ഹാഡിന്റെ കൂടെ V3 ആണ് ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് ഇവിടെ ഒന്നാമത്തെ ഫോം ഉപയോഗിക്കുമ്പോൾ അത് വുഡിന്റെ കൂടെ ഉപയോഗിക്കൂ. അവിടെ സെഡ് എന്നാന്നുള്ളതെങ്കിൽ അവിടെ നമുക്ക് ഹാഡ് എടുക്കേണ്ടി വരും. പക്ഷെ സെഡ് ഇല്ലല്ലോ, സേ അല്ലേ. അതുകൊണ്ട് ഓപ്ഷൻ ബി വുഡ് യു ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 16ാമത്തെ ചോദ്യം, വൺ കനോട്ട് ലിഫ്റ്റ് എ ലാർജ് വുഡൻ ടേബിൾ ബൈ ഹിംസെൽഫ്. ഇവിടെ ശ്രദ്ധിക്കുക, ഈ സെനൻസിൽ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അവിടെ ശരിക്കും പറഞ്ഞാൽ ബൈ ഹിംസെൽഫ് എന്നുള്ള പ്രയോഗം ഉണ്ടെങ്കിൽ പോലും അത് അമേരിക്കൻ ഇംഗ്ലീഷ് പ്രയോഗമാണ്. അതുകൊണ്ട് നമ്മൾ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണല്ലോ നമ്മൾ ബേസ് ചെയ്യുന്നത്. ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ അവിടെ ഹിംസെൽഫിന് പകരം വൺ സെൽഫ് എന്നാണ് വരേണ്ടത്. ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. അതേസമയം അത് അമേരിക്കൻ ഇംഗ്ലീഷിൽ അവിടെ കറക്റ്റ്, ഈ സെനൻസ് കറക്റ്റാണ്. അമേരിക്കൻ ഇംഗ്ലീഷിൽ വണ്ണിന് ശേഷം ഈ ഹിംസെൽഫ് എന്നും ഹീ എന്നൊക്കെ ഉപയോഗിക്കാം. ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ അങ്ങനെയല്ല. ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ നമുക്ക് സംസാരത്തിൽ ഉപയോഗിക്കുമ്പോൾ പ്രശ്നം വരുന്നില്ലെങ്കിലും ബ്രിട്ടൻ ഇംഗ്ലീഷിൽ ഗ്രാമാറ്റിക്കലി അവർ പറയുന്നത് വൺ ഇവിടെ ഹിംസെൽഫ് ഉപയോഗിക്കരുതെന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ടൈപ്പിങ്ങിൽ അത് ശ്രദ്ധിക്കാതെ പെട്ടെന്ന് ഒരു അബദ്ധം പറ്റി. അത് നമ്മളെ ബാധിക്കുന്നതല്ല. ഇപ്പം നമുക്കിപ്പം നമ്മളെ ഉത്തരത്തെ ഇത് ബാധിക്കുന്നൊന്നുമില്ല. നമുക്ക് വൺ കനോട്ടിലേക്കാണ് പോകേണ്ടത്. വൺ കനോട്ടിൽ നിന്നാണ് നമ്മൾ എന്ത് വേണ്ടത്, ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇത് നെഗറ്റീവ് സെന്റൻസ് ആയതുകൊണ്ട് നമുക്ക് പോസിറ്റീവ് ടാഗ് വേണം. അപ്പൊ കനോട്ടിനെ ക്യാൻ ആക്കണം. അന്നേരം ക്യാൻ ഹീ ഉണ്ട്, ക്യാൻ ദൈ ഉണ്ട്, ക്യാൻ ഇറ്റ് ഉണ്ട്, ക്യാൻ വൺ ഉണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, വണ്ണിലാണ് തുടങ്ങുന്നതെങ്കിൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും അത് ശരിയാവില്ല. വണ്ണ് സബ്ജക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ, അപ്പൊ വണ്ണ് സബ്ജക്റ്റ് ആയിട്ട് വന്നാൽ വണ്ണിന് ശേഷം ഒന്നുകിൽ ഓക്സിലറി വരും അല്ലെങ്കിൽ വേർബ് വരും. പക്ഷെ വണ്ണിന് ശേഷം ഒരു നൗണ് വന്നു പോയാൽ ആ നൗണിന്റെ പ്രൊനൗൺ എടുക്കണം. ഇവിടെ വൺ ബോയ് എന്നുണ്ടെങ്കിൽ നമ്മൾ ബോയിയുടെ വൺ എടുക്കരുത്, ബോയ് എടുക്കണം. അപ്പൊ ഹീ വെക്കണം. പിന്നെ വണ്ണിന്റെ ശേഷം എന്തായാലും പ്ലൂറൽ വൺ ബോയ്സ് എന്ന് വരില്ലല്ലോ. ഇപ്പൊ ദൈക്ക് പ്രശ്നമില്ല. പിന്നെ വൺ ക്യാറ്റ് എന്നാണെങ്കിൽ നമുക്ക് ഇറ്റ് എടുക്കേണ്ടി വരും. ഇവിടെ അതൊന്നുമില്ല. ഇവിടെ വണ്ണ് മാത്രമേ ഉള്ളൂ സബ്ജക്റ്റ് ആയിട്ട്, പിന്നെ ഓക്സിലറി വരുന്നത്. അപ്പൊ അതേ വണ്ണ് ഉപയോഗിച്ചാൽ മതി. അപ്പൊ ക്യാൻ വൺ ആണ്
കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 17ാമത്തെ ചോദ്യം, യു ഹാഡ് ബെറ്റർ ഗോ ഷോപ്പിംഗ് ദിസ് ആഫ്റ്റർനൂൺ എന്നാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഹാഡ് ബെറ്റർ എന്നതിൻ്റെ ശേഷം ഗോ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വരുന്ന സംശയം, ഹാഡിന് ശേഷം ഗോ വരാൻ പാടില്ലല്ലോ, ഗോ വേർബിന്റെ 1ാമത്തെ ഫോം അല്ലേ? ഹാഡിന് ശേഷം ഗോണല്ലേ വരേണ്ടത്, വേർബിന്റെ 3ാമത്തെ ഫോം അല്ലേ വരേണ്ടത് എന്ന സംശയം നിങ്ങൾക്കുണ്ടാകും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഹാഡ് ബെറ്റർ എന്നുള്ളത് ഒരു ഫിക്സ്ഡ് ഫ്രൈസ് ആണ്. അതിൻ്റെ അർത്ഥം ഷുഡ് എന്നാണ്. അപ്പൊ ഷുഡിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് ഗോ അല്ലേ, വേർബിന്റെ 1ാമത്തെ ഫോം അല്ലേ? അതുപോലെ അങ്ങ് വരുന്ന ഒരു പ്രത്യേക പ്രയോഗമാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഹാഡിനെ നമ്മൾ ഈ മെയിൻ വേർബായിട്ട് എടുത്തിട്ട് സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇവിടെ ശരിക്കും പറഞ്ഞാൽ മെയിൻ വേർബ് ഗോ ആണ്. ഈ ഹാഡ് ബെറ്റർ ഒരു ഓക്സിജന് പകരം വരുന്ന ഒരു പ്രയോഗമാണ്. അതുകൊണ്ട് നിങ്ങൾ ഓർക്കണം, ഇത്തരം ഒരു സെന്റൻസ് പരീക്ഷയിൽ വന്നാൽ ഹാഡ് ബെറ്റർ എന്ന് കണ്ടാൽ ആ ഹാഡിന്റെ നെഗറ്റീവ് എടുത്ത് ഉപയോഗിക്കാം. ഇതിന്റെ നെഗറ്റീവ് സെന്റൻസ് വരുന്നത് യു ഹാഡിന്റെ ബെറ്റർ എന്നായിരിക്കില്ല, പകരം യു ഹാഡ് ബെറ്റർ നോട്ട് ഗോ ഷോപ്പിംഗ് ദിസ് ആഫ്റ്റർനൂൺ എന്നാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹാഡ് നെഗറ്റീവിലേക്ക് കൊണ്ടുപോകണ്ട, അന്നേരം നമുക്ക് ഹാഡ് യു എന്ന് ഉപയോഗിക്കാം. ഇവിടെ ഹാഡ് ഈ സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് യു ഹാഡില് ഹാഡിൻ്റെ ആക്കി മാറ്റിയിട്ട് ഇവിടെ ആൻസർ കൊടുത്തതിൽ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഹാഡിൻ്റെ വി അല്ല വേണ്ടത്, ഹാഡിൻ്റെ യു ആണ് നമ്മുടെ ശരിയായ ആൻസർ. അത് എൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ പോയതാണ്, നിങ്ങൾ ക്ഷമിക്കുക. അപ്പൊ ഹാഡിൻ്റെ യു എന്നതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ഇവിടെ നമുക്ക് ഇതിൽ കറക്റ്റായിട്ട് അശ്രദ്ധ കൊണ്ട് അങ്ങനെ പലപ്പോഴും പറ്റുമല്ലോ ആർക്കായാലും. അപ്പോൾ അത് നിങ്ങൾ ക്ഷമിക്കുക. നിങ്ങൾ ബി ആണ് ഓപ്ഷൻ കൊടുത്തതെങ്കിലും അതിൽ നിങ്ങൾക്കൊരു മാർക്ക് കിട്ടും, കാരണം ഈ തെറ്റിന്റെ ഭാഗത്താണല്ലോ. അപ്പൊ കറക്റ്റ് ആൻസർ ഹാഡിന്റെ യു ആണ്. 18ാമത്തെ ചോദ്യം, ദേ ആർ യൂസ്ഡ് ടു ലിവിങ് ഇൻ മുംബൈ. ഇവിടെ ഒരു ഓക്സിവേർബ് ഉണ്ട്, അതേതാണ്, ആറുണ്ട്. പിന്നെ യൂസ്ഡ് ടു എന്നതും നമുക്കറിയാം ഒരു ഓക്സിവേർബായിട്ട് വരുന്നതാണ്. അങ്ങനെ യൂസ്ഡ് ടുവിനെ ഓക്സിവേർബിനെ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ ഉപയോഗിക്കാൻ വേണ്ടി പഠിച്ചത് ഡിഡിൻ്റെ ആണ്, ഓർക്കുന്നുണ്ടാവുമല്ലോ. അങ്ങനെ വരികയാണ്, ഇവിടെ യൂസ്ഡ് ടു എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തെടുക്കണം, ഡിഡിൻ്റെ എടുക്കേണ്ടി വരും. ഇത് പോസിറ്റീവ് സെൻസ് ആണല്ലോ, നെഗറ്റീവ് ടാഗ് അല്ല വേണ്ടത്. ഇതിലെല്ലാം നെഗറ്റീവ് ടാഗുമാണ് ഉള്ളത്. പക്ഷെ ഇവിടെ അതിനു മുമ്പ് ഒരു 6 വന്ന് കിടക്കുന്നുണ്ട്. ഒരു സെന്റൻസിൽ 2 ഓക്സിവേർബ് വരികയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ ഓക്സിവേർബ് എടുക്കണം എന്നുണ്ടല്ലോ. ഇവിടെ ബി യൂസ്ഡ് ടു എന്നൊരു പ്രയോഗമാണ്. അവിടെ ശരിക്കും പറഞ്ഞാൽ ഈ യൂസ്ഡ് ടു സത്യത്തിൽ ഇവിടെ ഒരു ഓക്സിവേർബ് ഒന്നുമല്ല. ഇവിടെ ബി യൂസ്ഡ് ടുവിന്റെ ഒരു പ്രത്യേക പ്രയോഗമായിട്ട് വരുന്നതാണെന്ന് പറയാം. അപ്പോൾ എന്തുമായിട്ട് നമുക്ക് അതിനെ ഓക്സിവേർബായിട്ട് എന്ന് പരിഗണിച്ചാൽ പോലും അത് എടുക്കാൻ പാടില്ല. അപ്പോൾ എന്താ എടുക്കേണ്ടത്, 6 എടുക്കുക. അതിന് നെഗറ്റീവ് 6ൻ്റെ ആണ്, 6ൻ്റെ ദെയ്യാണ് അതിൻ്റെ ആൻസർ. അല്ലാതെ ഡിഡിൻ്റെ ദെയ്യോ വാസിന്റെ ദൈ നമുക്ക് എന്തായാലും പറ്റില്ല. ദൈയുടെ കൂടെ എസ് ഉള്ള വേർബ് വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറിന്റെ ദൈയാണ്, അവയൊന്നും പറ്റില്ല. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ ക്വസ്റ്റ്യൻ ടാഗിന് തരുന്ന ഈ സെന്റൻസ് ഉണ്ടല്ലോ, ക്വസ്റ്റ്യൻ ടാഗ് സെന്റൻസിലുള്ള ഓക്സിലറി വേർബിന്റെയോ ടെൻസ് മാറ്റിക്കളയരുത്. അതൊക്കെ നമ്മൾ മാറ്റുന്നത് റിപ്പോർട്ടഡ് സ്പീച്ചിലാണ്, ഇൻഡയറക്റ്റ് സ്പീച്ചിൽ. അല്ലാതെ ഇവിടെ നിങ്ങൾ മാറ്റിക്കളയരുത്. ഇവിടെ നിങ്ങൾ എന്താ, അതിൽ ഏത് ടെൻസിലുള്ളത് അതേ ടെൻസിൽ വെച്ചാണ്. 6 പ്രസന്റിലാണ്, അതിനെ കൊണ്ട് പോയിട്ട് വാസുന്ന വേർന്നൊന്നും ആക്കേണ്ട ആവശ്യമില്ല എന്ന് ഓർമ്മിക്കുക. 19ാമത്തെ ചോദ്യത്തിലേക്ക് കടന്നാൽ, 19ാമത്തെ ചോദ്യം, വി വോണ്ട് ടു ഹാവ് ഇറ്റ് ടു വർക്ക് ടുമാറോ. ഇവിടെ വി കഴിഞ്ഞിട്ട് വോണ്ട് വന്നിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ ഈ ഹാവ് ടുവിലേക്കൊന്നും കടക്കേണ്ടതില്ല.
അത് നെഗറ്റീവ് ആയതുകൊണ്ട് അതിന്റെ പോസിറ്റീവ് ടാഗ്, ഇതൊക്കെ സാധാരണ വരുന്ന ഒരു സെന്റൻസ്. അത് വില്ലാണ്. അപ്പൊ വിൽ വി എന്നുള്ള ഓപ്ഷൻ സി കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നു. ഇനി 20ാമത്തെ ചോദ്യം ശ്രദ്ധിക്കണം. അത് നിങ്ങൾക്കൊരു അത്ര പരിചയമുള്ള സെന്റൻസ് ആവണമെന്നില്ല. ഇഫ് ഹി സ്പോക്ക് ബെറ്റർ ഇംഗ്ലീഷ് ഹി വുഡ് ലുക്ക് ഫോർ എ ജോബ് എബ്രോഡ്. ഇഫ് ഒരു കൺജങ്ഷൻ ആണ്. കൺജങ്ഷൻ അടങ്ങുന്ന സെന്റൻസിനെയാണ് നമ്മൾ പിന്നെ സെന്റൻസിന്റെ ഒരു പേരാണ് കോംപ്ലക്സ് സെന്റൻസ് എന്ന്. കൺജങ്ഷൻ അടങ്ങുന്ന സെന്റൻസിന് കോംപ്ലക്സ് എന്ന് മാത്രമല്ല കോമ്പൗണ്ട് എന്ന് പേരുണ്ട്. പക്ഷെ പൂർണ്ണമായ അർത്ഥം കിട്ടണം രണ്ട് സെന്റൻസിനും, എങ്കിലാണ് അത് കോമ്പൗണ്ട് ആകുക. ഇവിടെ ഇഫ് വെക്കുമ്പോൾ ഇഫിന് ശേഷം വരുന്ന സെന്റൻസ് പൂർണ്ണമായ അർത്ഥം നൽകില്ല. ഈ സ്പോക്ക് ബെറ്റർ ഇംഗ്ലീഷ്, അവൻ നല്ല ഇംഗ്ലീഷ് സംസാരിച്ചു എന്നാണ് ഇവിടെ വരുന്നത്. അത് പൂർണ്ണമായ അർത്ഥം കിട്ടും. ഇഫ് വെച്ചാലോ എങ്കിൽ എന്ന അർത്ഥം അതിൻ്റെ കൂടെ ചേർക്കണം. എങ്കിൽ എന്ന അർത്ഥത്തെ വേറെ ഇട്ടിട്ട് എങ്കിൽ എന്ന് പറഞ്ഞിട്ട് പറയാൻ പറ്റില്ല. എങ്കിൽ എന്നത് ഈ സെന്റൻസിനെ കൂടെ ചേർന്ന് വരണം. അപ്പോൾ അവൻ നല്ല ഇംഗ്ലീഷ് സംസാരിച്ചെങ്കിൽ എന്നുള്ള അർത്ഥത്തിലേക്ക് പോകും. അപ്പൊ പൂർണ്ണമായ അർത്ഥം കിട്ടില്ല. ഈ വുഡ് ലുക്ക് ഫോർ എ ജോബ് എബ്രോഡ്, വിദേശത്ത് അവനൊരു ജോലി അന്വേഷിക്കും എന്ന് പറയുമ്പോൾ പൂർണ്ണമായ അർത്ഥം കിട്ടി. അവിടെ കൺജങ്ഷൻ, അതിന്റെ കൂടെ വേറൊരു കൺജങ്ഷൻ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എടുക്കേണ്ടത്? മെയിൻ ക്ലോസ് എന്ന് എടുക്കണം. മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ അർത്ഥം കിട്ടുന്ന സെന്റൻസ്. ആ സെന്റൻസ് ഹി വുഡ് ലുക്ക് ഫോർ എ ജോബ് എബ്രോഡ് എന്നാണ്. അതുകൊണ്ട് അത് പോസിറ്റീവാണ്. നെഗറ്റീവ് ടാഗ് വുഡ് ഓക്സിവേവ് ആണ്. വുഡിന്റെ ഹി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അർത്ഥം നോക്കിയാൽ തന്നെ നമുക്ക് പലപ്പോഴും അർത്ഥം അറിയുമെങ്കിൽ നമുക്ക് പലപ്പോഴും ക്വസ്റ്റ്യൻ ടാഗ് ഏത് സെന്റൻസ് എടുക്കുന്നത് മനസ്സിലാവും. അവൻ നല്ല ഇംഗ്ലീഷാണ് സംസാരിക്കുന്നതെങ്കിൽ അവന് വിദേശത്തൊരു ജോലി കിട്ടും. പക്ഷെ അവൻ സംസാരിക്കുന്നത് നല്ല ഇംഗ്ലീഷ് അല്ല, അതുകൊണ്ട് അവന് വിദേശത്തൊരു ജോലി കിട്ടാനുള്ള സാധ്യതയില്ല. കിട്ടില്ല എന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ല. ഇത് കഴിഞ്ഞുപോയ ഒരു കാര്യത്തെ കുറിച്ചല്ല, അവൻ്റെ ഇപ്പോഴത്തെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അവന് നല്ല ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അതിനെന്തിനാ ക്വസ്റ്റ്യൻ ടാഗ് ആവശ്യമില്ല. അവന് വിദേശത്തൊരു ജോലി കിട്ടും എന്ന് പറഞ്ഞിട്ട് അവന് വിദേശത്തൊരു ജോലി കിട്ടുമായിരുന്നില്ലേ എന്ന് നമുക്ക് ചോദിക്കാം. അപ്പോൾ ഈ കാര്യം കോംപ്ലക്സ് സെന്റൻസ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിലേതാണ് മെയിൻ ക്ലോസ്, ഏതാണ് സബോർഡിനേറ്റ് ക്ലോസ് എന്ന് നോക്കാം. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് മെയിൻ ക്ലോസ് എന്നാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കേണ്ടത്. അതൊരു സാധാരണ സിമ്പിൾ സെന്റൻസ് ആയിരിക്കും. ഇപ്പോൾ ഈ വുഡ് ലുക്ക് ഫോർ എ ജോബ് എബ്രോഡ് എന്ന് മാത്രം നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ എന്തായാലും വുഡിൻ്റെ ഹി എന്നുള്ള ഓപ്ഷൻ എടുക്കുമല്ലോ. അപ്പോൾ പിന്നെ ഐ തിങ്ക്, ഐ എക്സ്പെക്ട്, ഐ ബിലീവ് അങ്ങനെയുള്ള ഐ ചേർത്തിട്ടോ അല്ലെങ്കിൽ വി ചേർത്തിട്ടോ മെയിൻ ക്ലോസ് വരുമ്പോഴാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ സെന്റൻസിന്റെ അർത്ഥത്തിന് ഈ അർത്ഥം കിട്ടാൻ എളുപ്പമാണ്. അർത്ഥവുമായി ബന്ധപ്പെട്ട് ഒരാളോട് ചോദ്യം ചോദിച്ചാൽ ആൾക്ക് ഉത്തരം പറയാൻ പറ്റുമോ എന്നുള്ളത്. അപ്പൊ ഐ തിങ്ക് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു, എനിക്ക് തോന്നുന്നില്ല എന്ന് നിങ്ങളോട് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നുണ്ടോ ഇല്ല എന്നൊന്നും നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. അതെങ്ങനെ നിങ്ങൾ അറിയാൻ കഴിയുക എൻ്റെ തോന്നല്? അപ്പൊ അത്തരം വേർബ് വരുമ്പോഴാണ് ആ പ്രശ്നമുള്ളത്. അപ്പൊ ഐയും വിയും സബ്ജക്റ്റ് ആയിട്ട് വരുന്നില്ലെങ്കിൽ നിങ്ങൾ വേറൊന്നും ചിന്തിക്കേണ്ട, മെയിൻ ക്ലോസ് ആ മെയിൻ ക്ലോസിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കിയാൽ മതി.